ഹലോ, അസ്സലാമു അലൈക്കും. എടാ, എവിടെ എത്തി? പഠനമൊക്കെ സെറ്റായോ? മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞു, ഒരുപാടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊക്കെയാണ് സാർ വരിക? സ്പീച്ച് ചോദിച്ചിട്ടില്ലല്ലോ, സ്പീച്ച് അപ്പോൾ ഇതിൽ വരുമോ? പിന്നെ ബയോഡേറ്റതിൽ ചോദിച്ചാലോ, അപ്പോൾ ബയോഡേ ഒന്ന് ചോദിക്കുമോ? ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അതല്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള പ്രഡിക്ഷൻ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രഡിക്ഷൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, പിന്നെ ഇതിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളത്. പക്ഷെ മുഴുവൻ കാണിക്കാൻ സമയം ഉണ്ടാവില്ല. സോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ നേരത്തെ തന്നെ SLC എക്സാമാണ്, നിങ്ങൾ വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ ലൈവ് ക്ലാസ് കാണാൻ വേണ്ടി എത്തുക. ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് റെഡിയല്ലേ? അപ്പോൾ നമുക്ക് പിന്നെ വളരെ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു സ്പീച്ച് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം സ്പീച്ച് നമ്മളെ മോഡൽ എക്സാമിന് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇതിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും സ്പീച്ചിൻ്റെ ചോദ്യം വരിക. സ്പീച്ചിന് ഇത് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന വാക്കുകൾ നമ്മൾ ശരിക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി പോകണം. എന്നാൽ ക്വസ്റ്റ്യൻ മനസ്സിലാവും. ഖുതുബ തയ്യാറാക്കാം, ഹൗല ആസ്പദമാക്കി, അല്ലേ? സഖാഫത്ത് കേരള സംസ്കാരത്തെക്കുറിച്ച്, ബി മുസാഅദത്തി സഹായത്തോടു കൂടി, നുഖാത താലിയ താഴത്തെ പോയിൻറ്റ്സിൻ്റെ. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഒരു സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ നമ്മളെ വീഡിയോസിലൊക്കെ പറഞ്ഞത് കണ്ട കുട്ടികൾക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ഈസി ആയിട്ട് ഏത് ചോദ്യത്തെക്കുറിച്ച് സ്പീച്ച് ചോദിച്ചാലും നമ്മൾ എഴുതാനുള്ള ട്രിക്കുകൾ നമ്മൾ പറഞ്ഞു തന്നിരുന്നു. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്പീച്ചിന് വേണ്ടി നിങ്ങൾക്ക് അടിപൊളിയൊരു ബോക്സ് വരക്കാം. ഓക്കെ, നിങ്ങൾ ബോക്സ് വരക്കുന്നു. ഇനിയോ നമുക്ക് ഏത് സ്പീച്ചാണെങ്കിലും നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? അയ്യുഹൽ ഹഫ്ലുൽ കരീം എന്ന് തുടങ്ങാം, അല്ലേ? അയ്യുഹ അൽ ഹഫ്ലു അൽ കരീം എന്ന് നമ്മൾ പറഞ്ഞെന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ, ഓക്കെ, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഇഷ്ടം പോലെ എഴുതാം. ഓക്കെ, ഇനി അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഇഷ്ടം പോലെ എഴുതാം. ഇനി നമുക്ക് എല്ലാ സ്പീച്ചിലും ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതാം, അന ഉൽഖിയ അമാമക്കും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നു, അല്ലെ? അമാമക്കും അൽ ഖുതുബ എന്നുള്ള സ്പീച്ച്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്പീച്ച് പറയാൻ പോകുന്നു. ആൻ എന്ന് പറഞ്ഞാണ്ട് ഇവിടെ എന്ത് ചെയ്യണം, സ്പീച്ചിൻ്റെ ടോപ്പിക് എഴുതണം. ടോപ്പിക് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് കോപ്പി ക്വസ്റ്റ്യൻ കിട്ടും. കണ്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹന് അല്ലെങ്കിൽ ഹൗല, ബി അല്ലെങ്കിൽ അല, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നതായിരിക്കും ടോപ്പിക്, അല്ല? ഏതൊക്കെയാണ്? അന് അല്ലെങ്കിൽ ഹൗല, ഏറെക്കുറെ കേട്ടോ, ഫുൾ ഇതാവണമെന്നില്ല. പിന്നെ ബി അല്ലെങ്കിൽ അല, ഇതിന് രണ്ടിലും ഇടയിൽ വരുന്നതായിരിക്കും ക്വസ്റ്റ്യനിൽ ടോപ്പിക്ക്. ഓക്കെ, ടോപ്പിക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അഡീഷണലി നിങ്ങൾ പഠിച്ചിട്ടുള്ള വേറെയും ചില വാക്കുകളുണ്ടാവും. അന മസ്റൂൻ ജിദ്ദൻ ലി ഇൽഖായി ആദിൽ ഖുത്ബ, അല്ലേ? അല്ലെങ്കിൽ അന മസ്റൂൻ ജിദ്ദൻ ലി ഇൽഖായി ആദിൽ ഫുർസത്തുൻ ദഹബിയ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പലതും പഠിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ ഇതിൻ്റെ താഴെ അടുത്ത സെൻറ്റൻസിലൊക്കെ ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി ഈ താഴെ എന്ത് ചെയ്യാം, താഴെ നിങ്ങൾക്ക് അടുത്ത ലൈനുകളിലായിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹിൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിൻസ് എന്ന് പറഞ്ഞാൽ സൂചനകൾ, അല്ലേ? ഈ സൂചനകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ വിഷയം എന്താണ്? സഖാഫത്ത് കേരള. നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു വിഷയമാണ് ലുഅത്തുൽ അറബിയ, സഖാഫത്ത് കേരള, അല്ലെങ്കിൽ തൊബിയത്തു കേരള, മദ്രസ, അൽറാറുൽ മുഖദ്ദിറാത്ത്, ഇതൊക്കെ പഠിച്ചു പോകേണ്ട ഒരു പാരാഗ്രാഫുകളാണ്. നിങ്ങൾ പഠിച്ചത് അവിടെ വന്നിക്കണമെങ്കിൽ ഈ ഹിൻസിനെ ഉപയോഗപ്പെടുത്തി പഠിച്ചത് പാരാഗ്രാഫാക്കിയിട്ട് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾ ഹിൻസിനെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഹിൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പോയിൻറ്റ്സൊക്കെ കൂടി കൂട്ടിയിട്ട് 1-2-3 ലൈൻ എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പീച്ച് അവസാനിപ്പിക്കാം. അന അഖ്തതിമു, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. അഖ്തതിമു കലാമി, ഞാൻ എൻ്റെ വാക്കുകൾ എന്ത് ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നു. ഹുനാ, ഇവിടെ. ഓക്കെ, അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ അല്ലാഹു യഹ്ഫളുക്കും വയർആക്കും, അങ്ങനെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതുക കേട്ടോ. ഇത് ഏറ്റവും ബേസിക് ആയിട്ടൊരു മെത്തേഡാണ്. അറബി തീരെ അറിയില്ലെങ്കിലും അവർക്ക് ഇത്രയും പഠിച്ച് പോയി കഴിയുമ്പോൾ അയ്യുൽ അഫ്ലുൽ കരി അസ്സലാമു അലൈക്കും ഇതൊന്നും പഠിക്കണം. ഈ 2 ലൈനേ പഠിക്കേണ്ടുള്ളൂ. ബാക്കി ഹിൻസ് ഇവിടെ ഉണ്ടാവും, ടോപ്പിക്കും ക്വസ്റ്റ്യനും ഉണ്ടാവും. ഇത്ര സിമ്പിളായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീച്ച് ചോദിക്കാൻ എഴുതാൻ പറ്റും. എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് സ്പീച്ച് എന്ന് പറഞ്ഞത്. ഓക്കെ, മറ്റൊന്ന് നമ്മളെ മോഡൽ എക്സാമിന് ചോദിച്ചെങ്കിലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്
മുഫ്രദും ജംഉ എഴുതാൻ 2 തരം മുഫ്രദ് ഉണ്ടാവും. ഒരു മുഫ്രദ് ഈ അവസാനത്തിൽ ഈ താ വരുന്ന മുഫ്രദ് ഉണ്ടാവും അല്ലേ, അതിന് നമ്മൾ എന്താ പറയുക, സ്ത്രീലിംഗം മുഅന്നസ് ആയിട്ടുള്ള വാക്കാണ് വരാം. ഇനിയോ മുഫ്രദ് ഏകവചനം ഉണ്ടാവും, അവസാനം ഈ താ വരാത്തതുണ്ടാവും, ഈ താ വരുന്നതുണ്ടാവും വരാത്തതുണ്ടാവും. ഓക്കെ, വരാത്ത പുല്ലിംഗം വാക്കുകളുടെ ജംഉ കിട്ടാൻ അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, പ്ലസ് ഊന എന്ന് ചേർത്താൽ മതി. അപ്പോൾ ദാഹിബ് ആകുമ്പോൾ എന്ത് ചെയ്യും, ദാഹിബൂന എന്ന് വരും. ക്ലിയർ ആണോ? യെസ്. ഇനിയോ അതേപോലെ തന്നെ മുഅല്ലിമൂന, ഊനയിൽ അവസാനിക്കുന്ന ജംഇൻ്റെ സിംഗുലർ കിട്ടാൻ ഊന ഒഴിവാക്കിയാൽ മതി. മുഅല്ലിമൂനൻ്റെ ഊന ഒഴിവാക്കിയാൽ മുഅല്ലിമുൻ. ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാം. ഇനിയോ അവസാനം തായിൽ അവസാനിക്കുന്നതിൻ്റെ ജംഇ കിട്ടാൻ ആ താ ഒഴിവാക്കിയിട്ട് പ്ലസ് അലിഫ് താ ആത്തുന്ന് കൊടുക്കുക. അല്ല, ഇപ്പോൾ ഹിദ്മത്തിൻ്റെ എന്ത് ചെയ്യണം, പിന്നെ ഹിദ്മാത്തുന്ന് കൊടുക്കുക കേട്ടോ, ഹിദ്മാത്തുൻ. ഇനി ആത്തുൻ അവസാനിക്കുന്നതിൻ്റെ സിംഗുലർ കിട്ടാൻ എന്ത് ചെയ്യണം, ആത്തുൻ ഒഴിവാക്കുക. തോലിബാത്താണെങ്കിൽ തോലിബ, എന്നിട്ട് ഈ താ ആഡ് ചെയ്യുക, തോലിബത്ത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇങ്ങനെ നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിക്കാത്തത് കൊണ്ട് പബ്ലിക് എക്സാമിന് സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് നെഷ്റത്ത്. ഇത് തയ്യാറാക്കുക, നെഷ്റത്ത് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോഴും ഇതിൽ നമുക്ക് ടോപ്പിക് കിട്ടും. എന്താണ്, ഇവിടെ അൻ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യും, ആ എന്തിനെ കുറിച്ചിട്ടാണ് തയ്യാറാക്കാൻ പറഞ്ഞ ടോപ്പിക് കിട്ടി. അപ്പോൾ ധൈര്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഷ്റത്ത്, ബ്രോഷർ, പരസ്യ നോട്ടീസ്, ബോധവൽക്കരണ നോട്ടീസ് എന്നൊക്കെ അതിന് പറയാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളൊരു ബോക്സ് വരക്കുന്നു, എന്നിട്ടോ ഈ ഹെഡിങ് എടുത്ത് എഴുതുന്നു. എന്താണ് എഴുതുക, ഇവിടെ അൽറാറുൽ ഹംറി വൽ മുഖദ്ദിറാത്ത്, അല്ലെ, അൽറാറുൽ ഹംറി വൽ മുഖദ്ദിറാത്ത്. ഇനിയോ എല്ലാ, ഇപ്പോൾ ഹെഡിങ് കൂടെ എഴുതിയിട്ടോ, ഹെഡിങ് എടുത്ത് എഴുതി നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ബ്രോഷറും നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം. അഹി അൽ അസീസ്, പ്രിയപ്പെട്ട സഹോദര എന്നിങ്ങനെ തുടങ്ങാം. ഓക്കെ, അഹി അൽ അസീസ്. എന്നിട്ടോ നമ്മൾ ഈ സെൻറ്റൻസ് എഴുതാം, നിങ്ങൾ അൽ യൗമ്, ഇന്ന്, അല്ലേ, നുവാജിഹു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടുന്നു, ഫേസ് ചെയ്യുന്നു. ഫി ബിലാദിന, നമ്മുടെ നാട്ടിൽ എന്ന് ടോപ്പിക് എഴുതാം കേട്ടോ. ടോപ്പിക് എന്താണ്, അൽറാറുൽ മുഖദ്ദിറാത്ത്. നമ്മുടെ നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലഹരിയുടെ മയക്കുമരുന്നിൻ്റെ അപകടങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു. എന്താണ് ടോപ്പിക് അവിടെ എടുത്ത് എഴുതാം. ഓക്കെ, ഇനിയോ നെക്സ്റ്റ് ലൈനിൽ നമ്മൾ എഴുതുന്നു, എന്ത് ചെയ്യുന്നു, വാജിബുൻ, നിർബന്ധമാണ്. വാജിബുൻ അലൈന, നിർബന്ധമായിക്കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അലൈന അൻ നഹ്തമു, നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം, നമുക്ക് ശ്രദ്ധ ഉണ്ടാകണം. ബി ഉമൂറി, കാര്യങ്ങളിൽ. ബി ഉമൂറി താലിയ, താഴെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം, നല്ലപോലെ ശ്രദ്ധ ഉണ്ടാകണം. ഓക്കെ, വാജിബുൻ അലൈന അൻ നഹ്തമു ബി ഉമൂറി താലിയ, ശ്രദ്ധ ഉണ്ടാവണം. എന്നിട്ട് പിന്നെ ഈ ഓരോ വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അംറാദുൽ ഫാത്തിക്ക, പിന്നെ ഹലാക്കുൽ ഉസ്ര, ഇങ്ങനെ ഓരോ പോയിന്റ് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഓരോന്നിനെ കുറിച്ചിട്ട് നിങ്ങൾ ഓരോ സെൻറ്റൻസാണ് ഇവിടെ എഴുതേണ്ടത്. ഓരോ സെൻറ്റൻസ് ഇവിടെ ഇങ്ങനെ എഴുതണം, ഓരോ പോയിന്റിനെ കുറിച്ച് ഓരോ സെൻറ്റൻസ് എഴുതണം. ഇനി സെൻറ്റൻസ് ആക്കി എഴുതാൻ പറ്റൂലെങ്കിൽ ചിലത് നമുക്ക് ഇതിൽ പിന്നെ ശീലമാക്കേണ്ടത് ഒഴിവാക്കേണ്ടതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് എഴുതാം. ഓക്കെ, ഇനി അതൊന്നും മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പോയിൻറ്റ്സുകൾ, ആ ഹിൻസുകൾ അതേപോലെ എടുത്തിട്ട് ഇവിടെ എഴുതിയാൽ മതി. നിങ്ങളുടെ ആൻസർ ശരിയാവും കേട്ടോ. താഴെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. അംറാറുൽ ഫാത്തിക്ക, അപകട മരണങ്ങൾ. ഹലാക്കുൽ ഉസ്ര, കുടുംബം ഛിദ്രീകരിക്കപ്പെടുന്നു. അംറാദുൽ കബദ്, കരൾ രോഗങ്ങൾ. ഫസാദുൽ മുത്തമു, സമൂഹം നശിക്കുന്നു. ഈ താഴെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതായി. ഓക്കെ, ഞാൻ അതല്ല, നിങ്ങൾക്ക് ഈ ഓരോന്നിനെ കുറിച്ചിട്ട് ഓരോ സെൻറ്റൻസ് ആക്കി ഇതിന് എഴുതാൻ പറ്റുമെങ്കിൽ ഓരോ സെൻറ്റൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതാം. അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യം മാത്രമേ ഒന്ന് പഠിച്ചു വെക്കേണ്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ കിട്ടുന്ന വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷേ സമയം ഇല്ല. ഇതൊരു പ്രൊഡിക്ഷൻ വീഡിയോ ആണ്. ഹാല് നമ്മളെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിലും പബ്ലിക് എക്സാമിന് ഇങ്ങനെ ഹാല് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാന വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കാന, സോറ, ബാത്ത, അസ്ബ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ പബ്ലിക് മോഡൽ എക്സാമിനെ കുറിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കവിതൻ്റെ ലൈന് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ വേറെ കവിത വെച്ചിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട്. കവിത തന്നിട്ട് താഴത്തുള്ളൊരു പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ റിലേറ്റഡായി ചോദിച്ചു, പലരും കൺഫ്യൂഷൻ ആയിട്ടുണ്ട്.
ഇതേപോലെ കവിത വെച്ചിട്ടോ അതല്ല എങ്കിൽ ഒരു പാരാഗ്രാഫ് കൊടുത്തിട്ടോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും നമ്മളെ മോഡൽ പബ്ലിക് എക്സാമിനുണ്ടാവും. അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ പോസ്റ്റർ, ഇവിടെ ഒരു വിഷയത്തെക്കുറിച്ച് പോസ്റ്റർ ഉണ്ടാക്കാനായിരുന്നു. ഇനി അതല്ലാതെ സാധാരണ ഡേറ്റൊക്കെ വെച്ചുള്ള പോസ്റ്റർ ഉണ്ടാക്കാനുണ്ടാവാം, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പോസ്റ്റർ. ഈ മൂന്നിലൊരു പോസ്റ്റർ എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവാം. ഇനിയോ ബർണാമിജ് ചോദിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ചോദിക്കാൻ 90% സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു തക്രീർ വന്ന് ബർണാമിജ് ഫില്ല് ചെയ്യാനുള്ളത്. ഈ ഭാഗത്തുള്ള നമ്മൾ പഠിച്ചു പോകണം. ഇനിയോ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യനാണ് എന്ത്, തർജ്ജമത്തുൽ ഹയാത്ത് പ്രൊഫൈൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. സോ അത് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. മറ്റൊന്ന്, ഇത് ഒരു ആൺകുട്ടിയെ വെച്ചിട്ട് കുറേ കുട്ടികൾ എന്നിലേക്ക് മാറ്റി എഴുതാനായിരുന്നു. അത് പബ്ലിക് എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ സ്ത്രീയെ പുരുഷനാക്കി മാറ്റാനോ പുരുഷനെ സ്ത്രീയാക്കി മാറ്റാനോ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയും ചോദിക്കാം. എന്തായാലും ഒരു പാരഗ്രാഫിൽ നിങ്ങൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൊരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും ഉണ്ടാവാം എന്നുള്ളതാണ്. ഓക്കെ. ഇനിയോ മറ്റൊന്നൊരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് എന്ത് ചെയ്യുന്നു, ആൻസർ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസും ഉണ്ടാകാം. പിന്നെ ബയോഡേറ്റ പാരഗ്രാഫ് തന്നിട്ട് ബയോഡേറ്റ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിന് ചോദിച്ചിരിക്കണം. അതുകൊണ്ട് പിന്നെ ചിലപ്പോൾ തർജ്ജമത്തിലായത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ ഇതന്നെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുമായിക്കൊണ്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകാം. എന്തായിരുന്നാലും പിന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ട് മദർസനെ കുറിച്ചിട്ട് എന്തായാലും മോഡൽ എക്സാമിന് പാരഗ്രാഫ് ചോദിച്ചു. ഇനി ലുഅത്തുൽ അറബിയെ കുറിച്ചിട്ടോ മുഖദ്ദിറാത്ത് ലഹരിനെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ പിന്നെ തബിയത്ത് കേരളത്തെ കുറിച്ചിട്ടോ പാരഗ്രാഫ് ചോദിക്കാം. വളരെ കൂടുതലാണ്, സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു പാരഗ്രാഫ് തരുന്നു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ചോദ്യവും പബ്ലിക് എക്സാമിന് വരാം. അതിനും നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇനി വളരെ കൂടുതൽ സാധ്യതയുള്ള 2 ടോപ്പിക്കിൽ ലുഅത്തുൽ അറബിയെ കുറിച്ചിട്ടും കേരളത്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാം ഇത് രണ്ടും എന്ത് ചെയ്തിട്ടില്ല, മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല എന്നതുകൊണ്ട് പബ്ലിക് എക്സാമിന് വരാൻ വളരെ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസാണ്. ഇതും ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പിന്നെ നമുക്ക് പബ്ലിക് എക്സാമിന് എന്തായാലും വരാൻ വളരെ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. സോ നമ്മൾ അറബിക്ക് എഡ്യൂപോർട്ടിൽ കാണുന്ന കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒന്നും പേടിക്കേണ്ടതില്ല. 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ബാക്കിയുള്ളതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വരിക. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് നിങ്ങൾ എഡ്യൂപോർട്ടിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ ഉണ്ടായിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് ക്ലാസ്സിൽ എന്നുള്ള കാര്യങ്ങൾ കമൻസിൽ അറിയിക്കുക. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ആ ഇതിൽ മോഡിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ലൈവിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.